ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ വേരിയസ് ഇന്ത്യൻ കമ്മിറ്റികളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യത്യസ്ത ഇന്ത്യൻ കമ്മിറ്റികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യം നമ്മൾ കുമാർ മംഗളം ബിർള കമ്മിറ്റി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് നാരായണമൂർത്തി കമ്മിറ്റി റിപ്പോർട്ട് 2003. ഇന്ന് നമ്മൾ രണ്ട് കമ്മിറ്റിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. നാരായണമൂർത്തി കമ്മിറ്റി റിപ്പോർട്ട് 2003. ഇതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ ആൻഡ് കീപ്പിംഗ് ദീസ് സ്റ്റാൻഡേർഡ്സ് വിത്ത് മാർക്കറ്റ് ഡൈനാമിക്സ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഹാഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ കമ്മിറ്റി ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ 2002 in order to evaluate the adequacy of existing corporate governance practices and future improvement of these practices. അതായത് ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാൻഡേർഡ്സിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസിൻ്റെ അഡിക്വസി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും 2002 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് നാരായണമൂർത്തി കമ്മിറ്റി എന്ന് പറയുന്നത്. 2003 ഈ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത്. 2002 കമ്മിറ്റി ഫോം ചെയ്യാനുള്ള ഒരു ശ്രമം നടപ്പിലാക്കിയത്. 2003 അത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ദി സെബി കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ NR നാരായണമൂർത്തി. NR നാരായണമൂർത്തി എന്നുള്ള ഒരു വ്യക്തിയുടെ ചെയർമാൻഷിപ്പോടു കൂടിയാണ് ഈ കമ്മിറ്റി ഫോം ചെയ്തത്. ഹീസ് ദ ചീഫ് മെൻഡർ ഓഫ് ഇൻഫോസിസ് ടെക്നോളജീസ് ലിമിറ്റഡ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇൻഫോസിസ് ടെക്നോളജി ലിമിറ്റഡിൻ്റെ ചീഫ് മെൻഡറാണ് നാരായണമൂർത്തി എന്ന് പറഞ്ഞ വ്യക്തി. സോ ദ കമ്മിറ്റി ടേംസ് ഓഫ് റെഫറൻസ് വേർ ടു റിവ്യൂ ദ പെർഫോമൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പെർഫോമൻസിന് റിവ്യൂ ചെയ്യുക എന്നുള്ളതും, ഡിറ്റർമിൻ ദ റോൾ ഓഫ് കമ്പനീസ് ഇൻ റെസ്പോണ്ടിങ് ടു റൂമർ ആൻഡ് അതർ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ സർക്കുലേറ്റിംഗ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കമ്പനികളുടെ റോൾ ഡിറ്റർമിൻ ചെയ്യുകയും, ഇൻ ഓർഡർ ടു എൻഹാൻസ് ദ ട്രാൻസ്പെറൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ ട്രാൻസ്പെറൻസിയും ഇൻറ്റഗ്രിറ്റിയും എൻഹാൻസ് ചെയ്യലുമാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. സോ ദിസ് കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ NR നാരായണമൂർത്തി. NR നാരായണമൂർത്തി എന്നുള്ള വ്യക്തിയുടെ ചെയർമാൻഷിപ്പോട് കൂടി ഫോം ചെയ്തൊരു കമ്മിറ്റിയാണ് സെബി കമ്മിറ്റിയാണ് നാരായണമൂർത്തി കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. 2003 നാരായണമൂർത്തി കമ്മിറ്റി റിപ്പോർട്ട് ഫോം ചെയ്തത്. നാരായണമൂർത്തി വാസ് ദ ചെയർമാൻ ആൻഡ് ചീഫ് മെൻഡർ ഓഫ് ഇൻഫോസിസ് ടെക്നോളജീസ് ലിമിറ്റഡ്. ഇൻഫോസിസ് ടെക്നോളജീസ് ലിമിറ്റഡിൻ്റെ ചീഫ് മെൻഡറും ചെയർമാനും കൂടിയാണ് നാരായണമൂർത്തി എന്ന് പറയുന്നത്. കമ്മിറ്റി ടേംസ് ഓഫ് റെഫറൻസ് വേർ ടു റിവ്യൂ പെർഫോമൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് പെർഫോമൻസുകൾ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ഡിറ്റർമിൻ ദ റോൾ ഓഫ് കമ്പനീസ് ഇൻ റെസ്പോണ്ടിങ് ടു റൂമർ ആൻഡ് അതർ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ സർക്കുലേറ്റിംഗ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷനോട് റെസ്പോണ്ടിങ് ചെയ്യുക എന്നുള്ളതും ഇതൊരു എയിമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ദിസ് ഇൻ ഓർഡർ ടു എൻഹാൻസ് ആൻഡ് ട്രാൻസ്പെറൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ ട്രാൻസ്പെറൻസിയും ഇൻറ്റഗ്രിറ്റിയും എൻഹാൻസ് ചെയ്യലും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഇനി നാരായണമൂർത്തി കമ്മിറ്റി പ്രധാനമായിട്ടും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള രണ്ട് സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സം ഓഫ് ദ മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് ദ കമ്മിറ്റി ആർ പ്രൈമറിലി റിലേറ്റഡ് ടു ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റ് റിപ്പോർട്ട്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഡയറക്ടർഷിപ്പ് ആൻഡ് ഡയറക്ടർ കോമ്പൻസേഷൻ, കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ്. അതായത് മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് ദ കമ്മിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റ് റിപ്പോർട്ടുകൾ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, അതായത് ഓർഗനൈസേഷനും മറ്റ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള പാർട്ടി ട്രാൻസാക്ഷൻസിൻ്റെ റിലേഷൻഷിപ്പ്, റിസ്ക് മാനേജ്മെൻറ്റ്, കമ്പനിയിലുണ്ടാകുന്ന റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള റെക്കമെൻഡേഷൻസ്, ഡയറക്ടേഴ്സ് കോമ്പൻസേഷൻ ആൻഡ് ഡയറക്ടേഴ്സ് റോള്, കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ് എന്നിവയാണ് പ്രധാനപ്പെട്ട മേജർ റെക്കമെൻഡേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൽ റെക്കമെൻഡേഷൻസ് തന്നെ മാൻഡേറ്ററി റെക്കമെൻഡേഷൻ എന്നും നോൺ മാൻഡേറ്ററി റെക്കമെൻഡേഷൻ എന്നും രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കമ്പൽസറി ആണ് ഓർ ബൈൻഡിങ് അപ്പ് ബൈ ദ ലോ. നിയമപ്രകാരം നിർബന്ധപൂർവ്വം നടപ്പിലാക്കേണ്ട ചില റെക്കമെൻഡേഷൻസുകളാണ് മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് ആയിട്ട് നാരായണമൂർത്തി കമ്മിറ്റി മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻസ് താഴെ പറയുന്നതാണ്. 1. Strengthening the responsibilities of audit committees. Audit committee, every firm should maintain an audit committee and this audit committee should be responsible and
ദിസ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി സ്ട്രെങ്തൻ. എല്ലാ ഫേമുകൾക്കും നിർബന്ധമായിട്ടും ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാവുകയും ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുകയും അത് റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണമെന്നുള്ളതാണ് ആദ്യത്തെ റെക്കമെൻഡേഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ്. ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷറിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം, including those related party transactions and proceeds from initial public offerings. ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതായത് ഓരോ ഘട്ടങ്ങളിലായിട്ടുള്ള ഫിനാൻഷ്യൽ മാറ്ററുകൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അതുപോലെ തന്നെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സിനെ പ്രൊസീഡിങ് ചെയ്യുക. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ വഴിയുള്ള ഓഫറിങ്സിനെയും പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് റിക്വയറിംഗ് ദ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ബോർഡ്സ് ടു അസസ് ആൻഡ് ഡിസ്ക്ലോസ് ദ ബിസിനസ് റിസ്ക്. ബിസിനസ്സിലുണ്ടാകുന്ന വ്യത്യസ്ത തരത്തിലുള്ള റിസ്കുകൾ, സിസ്റ്റമാറ്റിക് ആകാം അൺസിസ്റ്റമാറ്റിക് ആകാം, ഇത്തരത്തിലുള്ള റിസ്കുകൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതിനും അസസ് ചെയ്യുന്നതിനും ആവശ്യമുള്ള എക്സിക്യൂട്ടീവ് കോർപ്പറേറ്റ് ബോർഡുകളെ റിക്വയർ ചെയ്യുക. നാലാമത്തെ റെക്കമെൻഡേഷൻ പറയുന്നത് ആനുവൽ റിപ്പോർട്ട്സ് ഓഫ് കമ്പനീസ് ഇൻട്രൊഡ്യൂസിങ് റെസ്പോൺസിബിലിറ്റീസ് ഓൺ ബോർഡ്സ് ടു അഡോപ്റ്റ് ഫോർമൽ കോഡ്സ് ഓഫ് കണ്ടക്റ്റ്. കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യുക. ഇൻട്രൊഡ്യൂസിങ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓൺ ബോർഡ്സ്, ബോർഡിൽ റെസ്പോൺസിബിലിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഫോർമൽ കോഡ് ഓഫ് കണ്ടക്റ്റ് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യാം. ദ ആനുവൽ റിപ്പോർട്ട്സ് ഓഫ് കമ്പനീസ്, കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസിങ് റെസ്പോൺസിബിലിറ്റീസ് ഓൺ ബോർഡ്സ്, ബോർഡിൽ റെസ്പോൺസിബിലിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഫോർമൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് പൊസിഷൻ ഓഫ് നോമിനി ഡയറക്ടേഴ്സ്, നോമിനി ഡയറക്ടേഴ്സിൻ്റെ പൊസിഷൻ ആൻഡ് ദ സ്റ്റോക്ക് ഹോൾഡർ അപ്രൂവൽ ആൻഡ് ഇംപ്രൂവ്ഡ് ഡിസ്ക്ലോഷേഴ്സ് റിലേറ്റിംഗ് ടു കോമ്പൻസേഷൻ പെയ്ഡ് ടു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന് പുറമെ തന്നെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ട കോമ്പൻസേഷനെ പറ്റിയിട്ടും സ്റ്റേക്ക് ഹോൾഡർ അപ്രൂവലിനെ സംബന്ധിച്ചും നോമിനി ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് നടപ്പിലാക്കണം എന്നുള്ളതും ഒരു മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് ആയിട്ട് നാരായണമൂർത്തി കമ്മിറ്റി പറയുന്നുണ്ട്. അപ്പോൾ നാരായണമൂർത്തി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് പറയുന്നത് ഒന്ന് ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റികൾ സ്ട്രെങ്തൻ ചെയ്യുക, ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ ഇംപ്രൂവ് ചെയ്യുക, പ്രധാനമായിട്ടും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസും ആകാം, അതുപോലെ തന്നെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സുകൾ ഉണ്ടാകാം. നെക്സ്റ്റ് റിക്വയറിംഗ് ദ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ബോർഡ്സ് ടു അസസ് ആൻഡ് ഡിസ്ക്ലോസ് ദ ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കുകൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതിനും അസസ് ചെയ്യുന്നതിനുമുള്ള എക്സിക്യൂട്ടീവ് ബോർഡ്സിന്, കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ബോർഡ്സിനെ റിക്വയർ ചെയ്യുക. കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. ഇൻട്രൊഡ്യൂസിങ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓൺ ബോർഡ്സ് ടു അഡോപ്റ്റ് ഫോർമൽ കോഡ്സ് ഓഫ് കണ്ടക്ട്. ഫോർമൽ കോഡ്സ് ഓഫ് കണ്ടക്ട് അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഓൺ ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നോമിനി ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും നോമിനി ഡയറക്ടേഴ്സിൻ്റെയും സ്റ്റോക്ക് ഹോൾഡേഴ്സിൻ്റെയും അതുപോലെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെയും കൊടുക്കേണ്ട കോമ്പൻസേഷനെ പറ്റിയിട്ട് ഇംപ്രൂവ്ഡ് ഡിസ്ക്ലോഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും മാൻഡേറ്ററി റെക്കമെൻഡേഷനായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നോൺ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ്. നോൺ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് ആയിട്ട് എന്തൊക്കെ പറയുന്നത്? ഫസ്റ്റ് ഒന്ന് പറയുന്നത് മൂവിങ് ടു എ റെജീം വേർ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് ക്വാളിഫൈഡ്. അതായത് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ വ്യത്യസ്തതകൾ അല്ലെങ്കിൽ റെജീം വരുത്താനുള്ള അവകാശം കമ്പനികൾക്ക് കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് സിസ്റ്റം ഓഫ് ട്രെയിനിങ് ഓഫ് ബോർഡ് മെമ്പേഴ്സ്, ബോർഡ് മെമ്പേഴ്സിൻ്റെ ട്രെയിനിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിന് നടപ്പിലാക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് സിസ്റ്റം ഓഫ് ട്രെയിനിങ് ഓഫ് ബോർഡ് മെമ്പേഴ്സ്, ഓരോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും ബോർഡ് മെമ്പേഴ്സിനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനും ആവശ്യമുള്ള ട്രെയിനിങ് സിസ്റ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ബോർഡ് മെമ്പേഴ്സ്, ബോർഡ് മെമ്പേഴ്സിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഓരോ പർട്ടിക്കുലർ ബോർഡ് മെമ്പേഴ്സിൻ്റെയും പെർഫോമൻസുകളെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും നോൺ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാൻഡേറ്ററി ആൻഡ് നോൺ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് എന്നിട്ട് പറയുന്നത്. മാൻഡേറ്ററി റെക്കമെൻഡേഷൻ പറഞ്ഞാൽ കമ്പൽസറി ആണ്, എഫക്റ്റീവ്ലി ബൈ ബൈൻഡിങ് അപ്പ് ബൈ ദ ലോ, എൻഫോഴ്സ്ഡ് ബൈ ബൈൻഡിങ് അപ്പ് ഓൺ ദ ലോ, നിയമപ്രകാരം നിർബന്ധപൂർവ്വം നടപ്പിലാക്കേണ്ട റെക്കമെൻഡേഷൻസ് ആണ് മാൻഡേറ്ററി. നോൺ മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ അതിൽ ചേഞ്ചസ് വരുത്താം, റൂൾസിലോ ഭേദഗതികൾ വരുത്താനുള്ള അധികാരം കമ്പനികൾക്ക് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് 2002, 2002 വന്നിട്ടുള്ള നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് അപ്പോയിൻറ്റഡ് ആസ് എ ഹൈ ലെവൽ കമ്മിറ്റി ടു എക്സാമിൻ വേരിയസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനി അഫയേഴ്സ് ഓൺ 21 ആഗസ്റ്റ് 2002. 2002 ആഗസ്റ്റ് 21 കമ്പനി അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റിയാണിത്. Naresh Chandra Committee report on corporate audit and governance has taken forward the recommendations of the Kumar Mangalam Birla Committee on corporate governance, which was set up by the SEBI.
അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തിട്ടുള്ള കുമാർ മംഗളം ബിർള കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഫോർവേഡ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ഓഡിറ്റ് ആൻഡ് ഗവേണൻസ് കമ്മിറ്റിയാണ് നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ടൈറ്റനിങ് ഓഫ് ദ കൺട്രോൾ അറൗണ്ട് ദ ഓഡിറ്റേഴ്സ് ബൈ ആസ്കിംഗ് ദം ടു മേക്ക് മെനി ഡിസ്ക്ലോഷേഴ്സ്. ടൈറ്റനിങ് ഓഫ് ദ കൺട്രോൾ അറൗണ്ട് ദ ഓഡിറ്റേഴ്സ്, അതായത് ഓഡിറ്റേഴ്സിൻ്റെ മുകളിൽ കൂടുതൽ കൺട്രോൾ ഏർപ്പെടുത്തുക. ബൈ ആസ്കിംഗ് ദം ടു മേക്ക് മെനി ഡിസ്ക്ലോഷേഴ്സ്, കൂടുതൽ വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടുകയും അവരെ കൂടുതൽ ടൈറ്റ് കൺട്രോളിൽ കൊണ്ടുവരികയും ചെയ്യാം. ഓഡിറ്റേഴ്സിന് കൂടുതൽ ടൈറ്റനിങ് ഡെവലപ്പ് ചെയ്യണം. അതായത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ മാറ്ററുകൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള ഒരു വസ്തുത അവരിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ടൈറ്റനിങ് ഓഫ് ദ കൺട്രോൾ, അവരുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുകയും ആസ്കിംഗ് ദം ടു മേക്ക് മെനി ഡിസ്ക്ലോഷേഴ്സ്, കൂടുതൽ വെളിപ്പെടുത്താൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് കാളിംഗ് അപ്പോൺ CEO ആൻഡ് CFOs ഓഫ് ആൾ ലിസ്റ്റിംഗ് കമ്പനീസ് ടു സർട്ടിഫൈ ദെയർ കമ്പനീസ് ആനുവൽ അക്കൗണ്ട്സ് ബിസൈഡ്സ് സജസ്റ്റിംഗ്. കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനെയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സിനെയും കോളിംഗ് ചെയ്തിട്ട് ലിസ്റ്റിംഗ് കമ്പനികളുടെ CEOനെയും CFOനെയും കോൾ ചെയ്തിട്ട് സർട്ടിഫൈ ദ കമ്പനീസ് ആനുവൽ അക്കൗണ്ട്സ് ബിസൈഡ്സ് സജസ്റ്റിംഗ്, കമ്പനികളുടെ ആനുവൽ അക്കൗണ്ട്സുകൾ സർട്ടിഫൈ ചെയ്യാൻ ആവശ്യപ്പെടുക. സെറ്റിംഗ് അപ്പ് ഓഫ് ക്വാളിറ്റി റിവ്യൂ ബോർഡ്സ്, ക്വാളിറ്റി റിവ്യൂ ബോർഡ്സുകൾ സെറ്റപ്പ് ചെയ്യുക. പ്രധാനമായിട്ടും വരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ഇതുപോലുള്ള ചില പബ്ലിക് ഓവർസൈറ്റുള്ള ക്വാളിറ്റി റിവ്യൂ ബോർഡ്സുകളെ സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ICAI, ICSI കമ്പനി സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങൾ, ICWA എന്ന കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം റിവ്യൂ ചെയ്യാൻ ആവശ്യമുള്ള സെറ്റിംഗ് അപ്പ് ഓഫ് ക്വാളിറ്റി റിവ്യൂ ബോർഡ്സ് എന്നുള്ളത് സെറ്റിംഗ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് കോമ്പോസിഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷത്തിലും കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെയും വൗച്ചറുകളുടെയും വെരിഫിക്കേഷൻ നടപ്പിലാക്കാൻ ആവശ്യമുള്ള ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ്. നെക്സ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഓൺ എ കമ്പനീസ് ബോർഡ്, കമ്പനിയുടെ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. കമ്പനിയുടെ ബോർഡിനെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതും ഇതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ. അതായത് ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അറ്റ്ലീസ്റ്റ് 1 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ്. The Naresh Chandra Committee has laid down stringent guidelines defining the relationship between auditors and their clients. ഓഡിറ്റേഴ്സും ക്ലയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഭാഗമായിട്ടാണ് ഇതിൽ ഗൈഡ് ലൈനുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. In a move that could impact small audit firms, that committee has recommended that along with its subsidiary, associates or affiliated entities, an audit firm should not derive more than 25% of its business from a single corporate client. അതായത് ഒരു കോർപ്പറേറ്റ് ക്ലയൻറ്റിൻ്റെ ടോട്ടൽ ബിസിനസ്സിൻ്റെ 25% കൂടുതൽ എമൗണ്ട് ഒരു ഓഡിറ്റ് ഫേം കമ്പനിയിൽ നിന്നും നേടാൻ പാടില്ല അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത്, മറ്റൊരു റെക്കമെൻഡേഷനായിട്ട് പറയുന്നത്. ഷുഡ് നോട്ട് ഡിറൈവ് മോർ ദാൻ 25% ഓഫ് ഇറ്റ്സ് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 25% കൂടുതൽ ഡിറൈവ് ചെയ്യാൻ പാടില്ല ഫ്രം എ സിംഗിൾ കോർപ്പറേറ്റ് ക്ലയൻറ്റ്. ഒരു സിംഗിൾ കോർപ്പറേറ്റ് ക്ലയൻറ്റിൽ നിന്നും നേടിയെടുക്കാവുന്ന റെമ്യൂണറേഷൻ മാക്സിമം 25% കൂടാൻ പാടില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു കണ്ടീഷനായിട്ട് അല്ലെങ്കിൽ റെക്കമെൻഡേഷനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ടുള്ള നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 2 കമ്മിറ്റി റിപ്പോർട്ടുകളെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഒന്ന് നാരായണമൂർത്തി കമ്മിറ്റി റിപ്പോർട്ടും പിന്നൊന്ന് നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും. നാരായണമൂർത്തി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫോസിസിൻ്റെ ഫൗണ്ടിങ് ചെയർമാനാണ് അല്ലെങ്കിൽ ചീഫ് മെൻഡറാണ് ഇൻഫോസിസിൻ്റെ. അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ്, അത് മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് ഉണ്ട്, നോൺ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് ഉണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് സ്മൂത്തായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള മാൻഡേറ്ററി ആൻഡ് നോൺ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് എന്നതും കുമാർ മംഗളം ബിർള കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ഫോർവേഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് 2002 വന്നതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ്, ഇത്രയും ഭാഗത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 3 കമ്മിറ്റി റിപ്പോർട്ടുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് കുമാർ മംഗളം ബിർള കമ്മിറ്റി, പിന്നൊന്ന്
നാരായണമൂർത്തി കമ്മിറ്റി റിപ്പോർട്ട്, പിന്നൊന്ന് നാരായണമൂർത്തി കമ്മിറ്റി റിപ്പോർട്ട്, പിന്നൊന്ന് നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. കുമാർ മംഗളം ബിർള, നാരായണമൂർത്തി കമ്മിറ്റി, നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജെ ഇറാനി കമ്മിറ്റിയും ഉദയ് കൊടക് കമ്മിറ്റി റിപ്പോർട്ട്. ഈ രണ്ടും കൂടി ഇന്ത്യയിൽ വരുന്ന 2 കമ്മിറ്റി റിപ്പോർട്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആ കാര്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.